നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് ദോശയാണ്. ഇൻസ്റ്റൻറ്റ് ഡിന്നറായിട്ടും ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നറിനെ പറ്റി ചിന്തിക്കാത്ത സമയങ്ങളൊക്കെ നമുക്കുണ്ടാവും. ചിലപ്പോൾ നമ്മൾ മറന്നു പോകും എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് വെക്കാൻ, അല്ലെങ്കിൽ സമയമില്ല, പെട്ടെന്ന് വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണം, അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു 10 മിനിറ്റ്സ് കൊണ്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. ഞാനിന്ന് മല്ലിയിലെ ചമ്മന്തിയുടെ കൂടെയാണ് പെട്ടെന്ന് ഈ റവദോശ പ്രിപ്പയർ ചെയ്തെടുത്തത്. നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഇനിയും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം തീർച്ചയായിട്ടും ഒന്ന് പരിഗണിക്കണം. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാനും മറക്കരുത്. നമുക്ക് 1 കപ്പ് റവയാണ് വേണ്ടത്. ഈ റവ വറുത്തതോ വറുക്കാത്തതോ ആകാം, ഒരു പ്രശ്നവുമില്ല. നമ്മൾ മിക്സിയുടെ ഒരു ജാറിലേക്കാണ് അത് ഇടുന്നത്. അപ്പം നമുക്ക് വേഗം അരച്ചെടുക്കാം. ഇത് 1/2 കപ്പ് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ്. അതും ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്. 1/2 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ചെറിയ സവാളയുടെ പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, അത്രയും മതിയാകും. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ മിക്സിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് 1/2 ടീസ്പൂൺ ഉപ്പാണ്. ഉപ്പൊക്കെ അവനവൻ്റെ ആവശ്യത്തിന് ചേർക്കാം. ഇത് സോഡാപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തതിന് ശേഷം ഇത് 1/4 കപ്പാണ് വെള്ളം. ഒരു 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ഇപ്പോൾ ചേർക്കുന്നത്. ഇനി ഒരു 1/4 കപ്പ് വെള്ളം കൂടി, അതായത് ടോട്ടൽ ഒരു 1/2 കപ്പ് വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഒരുപാട് ലൂസല്ല, ഒരുപാട് കട്ടിയല്ല, കുറച്ചൊരു മീഡിയം കൺസിസ്റ്റൻസിയാണ് ഇപ്പോൾ ഇതിനുള്ളത്. ഇത് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് മാറ്റി വെക്കാം. ദോശ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ ഒന്ന് ചൂടാക്കി എടുക്കാം. ഒരുപാട് ചൂട് വേണ്ട, ഒരു മീഡിയത്തിൽ താഴെയുള്ളൊരു ചൂട് മതി. ഒരുപാട് ചൂടാണെങ്കിൽ ചിലപ്പോൾ ദോശ ഇങ്ങനെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റില്ല. ഒരു ചെറുതായിട്ട് നമുക്കതൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. വേണമെന്ന് നിർബന്ധമില്ല. ഞാനിപ്പോൾ ഒരു തുള്ളി നെയ്യ് ഒഴിച്ചിട്ടാണ് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് പാനിലേക്ക് ഒരു തവി ദോശമാവാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, എത്ര വലിപ്പം വേണം. നല്ലതുപോലെ പരത്തി കനം കുറച്ച് ദോശ ചുട്ടെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ചില ആൾക്കാർക്ക് അങ്ങനെ ചുട്ടെടുക്കുന്നതാണ് ഇഷ്ടം. അതല്ല, ചെറുതായിട്ടൊന്ന് കട്ടിയുള്ളൊരു അപ്പം പോലെയാണ് വേണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഇപ്പം ഞാൻ ഇത്തിരി കട്ടിക്കാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഒരു സൈഡൊക്കെ ചെറുതായിട്ടൊന്നായി വന്നിട്ടുണ്ട്. മുകളിൽ നമുക്കൊരു 2-3 തുള്ളി നെയ്യോ ഓയിലോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു വശം നല്ലതായിട്ടൊന്ന് കുക്കായതിന് ശേഷം നമുക്കിനി ഈ ദോശ ഒന്ന് തിരിച്ചിടാം. വീണ്ടും മീഡിയം ഹീറ്റിൽ മറുവശവും കൂടെ നമ്മൾ നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കനം കുറച്ച് നിങ്ങൾ ദോശ ചുടുവാണെങ്കിൽ ഒരുപാട് തീ വേണ്ട, ചിലപ്പോൾ പരത്താൻ പാടായിരിക്കും. അപ്പോൾ ഒരു മീഡിയം തീയിലാണെങ്കിൽ നല്ല കനം കുറച്ച് നമുക്ക് ദോശ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തെടുക്കാൻ പറ്റും. ചൂടോടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡ് ഡിഷുമായിട്ട് സെർവ് ചെയ്യാൻ പറ്റും. സമയമില്ലെങ്കിൽ പെട്ടെന്ന് ഒരു പുതിന ചമ്മന്തി എന്തെങ്കിലും സാധാരണ ചട്നിയോ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുത്താൽ മതി ഇതിൻ്റെ കൂടെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻസ്റ്റൻറ്റ് റവ ദോശ ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും ഇത് പ്രിപ്പയർ ചെയ്ത് നോക്കണം. പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൺ.